ഹായ് ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ഇച്ചൂസ് വ്ലോഗ്. അപ്പോൾ എന്തൊക്കെയല്ല എല്ലാവർക്കും സുഖാനല്ല. അപ്പോൾ ഇത് എവിടെയും ചോദിച്ചെങ്കിൽ ഇതാണ് ഉമ്മൽ കൊയിന് സൂ. നേരെ പറഞ്ഞെങ്കിൽ നമ്മൾ അറിയാതും കൊള്ളാണ് ഗൈസ്. നമ്മൾ ഇവിടെ എത്തിയിട്ട് നമ്മൾ എന്താ വെച്ചാൽ ഉമ്മൽ കൊയിൽ ഒരു ആവശ്യത്തിന് വന്നതാണ് ഗൈസ് ഈ ഒരു ബോർഡ് കാണുന്നത് സൂവിൻ്റെ. അങ്ങനെ നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ കയറിയതിന് എന്ത് മോശമില്ല. ഇവിടെ ഒരാൾക്ക് എൻട്രി ഫീം പറയുന്നത് 25 ദിർഹംസ് ആണ് ഗൈസ്. അതുപോലെ തന്നെ ആനിമലിൻ്റെയൊക്കെ അടുത്ത് പോയിട്ട് പിക്ചർ എടുക്കുന്നതും അതുപോലെ കുതിരയിൽ റൈഡ് ചെയ്യുന്ന അങ്ങനത്തെ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നല്ല പാർക്കിങ്ങും ഉണ്ട്, ഫീ ഒന്നും ഇല്ലാത്ത നോർമൽ പാർക്കിംഗ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഇത് വീക്കെൻഡിൽ വരാനുണ്ട് നോക്കുക. എന്താ വെച്ചാൽ സൂലും കാര്യങ്ങളെല്ലാം വരുമ്പോഴേക്ക് ആൾ കുറവേണ്ട നേരത്താണ് ഗൈസ് വരാൻ ഏറ്റവും ബെറ്റർ. അന്ന് വെച്ചാൽ എന്താ വെച്ചാൽ ആനിമൽസിനെ നേരെ കാണാൻ പറ്റൂ, ഇല്ലെങ്കിൽ ഫുള്ള് ക്രൗഡായി എന്തിനും നേരെ കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വീക്കെൻഡ് അല്ലാത്തതുകൊണ്ട് നമുക്ക് നേരെ കാണാൻ പറ്റില്ല. അപ്പോൾ ഇതിനുള്ളിലത്തെ ഫുൾ വീഡിയോ കാണാം. അങ്ങനെ ടിക്കറ്റ് എല്ലാം കൊടുത്തിട്ട് ഉള്ളിലേക്ക് എൻട്രി ആയിട്ട് അമ്മ എന്നെ ഈ ഒരു സംഭവത്തിനാണ് ഗൈസ് കണ്ടത്. ഇതിൻ്റെ പേരറിയുന്നവർ എന്തായാലും കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതാ 2 ജിറാഫ് കുട്ടന്മാരുണ്ട് ഗൈസ്. ഇതിനെ രണ്ടിനോട് നോക്കിയെങ്കിൽ കാണുന്നുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ ഫോട്ടോ വീഡിയോ എല്ലാം എടുത്തിട്ട് അതിൻ്റെ താഴെ നിന്നിട്ട് നോക്കുമ്പോൾ അതിന് അതെന്തെങ്കിലും കാക്കിയറിൻ്റെ പേടിയായി ഗൈസ്. അങ്ങനെ നമ്മൾ ഫോട്ടോ ഒന്നും എടുത്തില്ല അതിൻ്റെ അടുത്ത്. പിന്നെ ഇതാ അതിൻ്റെയൊക്കെ തന്നെ ഇതാ ഇങ്ങനെ മാന് അങ്ങനെ ചെറിയ ചെറിയ സംഭവമെല്ലാം അതിൻ്റെയൊക്കെ ഉണ്ടായിന്. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും ഇങ്ങനെ ഫുഡെല്ലാം കൊടുക്കുന്നുണ്ട്. കാരണം ചില ഉള്ളിൽ കയറ്റിയിട്ടാണ് ഗൈസ് ഞാൻ പറഞ്ഞത്. പുറത്തുനിന്ന് തന്നെ ഫുഡ് ഇങ്ങനെ അതിന് കിട്ടുന്നുണ്ട്, ക്യാരറ്റും പിന്നെ എന്തോ ചപ്പല പോലത്തെ എന്തോ. അത് രണ്ട് മാത്രമേ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൊടുക്കാൻ അലോഡുള്ളൂ, വേറെ ഒന്നും കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ഇതാകുമ്പോൾ അതായിരുന്നു കുറച്ച് വീഡിയോ എല്ലാം എടുത്തിട്ട് പിന്നെ നേരെ ഇതാ വന്ന് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നമുക്ക് ഫുഡ് കഴിക്കാനുണ്ട്, റെസ്റ്റോറൻറ്റും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് ഗൈസ് ഒട്ടക പക്ഷി. പക്ഷെ എന്തിൻ്റെ അടുത്ത് പോകുമ്പോൾ കേടുങ്ങുമ്പോൾ വന്നിട്ട് കൊത്തിയറണ്ട അങ്ങനത്തെ ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ ആക്കിയിട്ടാ ഗൈസ്. അങ്ങനെ കുറച്ച് വീഡിയോ ഫോട്ടോ എല്ലാം എടുത്തിട്ട് വരുമ്പോണ്ട് ഗൈസ് ഇങ്ങനത്തെ കൂട്ടിയിൽ എന്തോ പോലെ ഒന്ന് കാണുന്നു. നമ്മൾ നേരെ പോയിട്ട് നോക്കുമ്പോൾ ഇതാ പരുന്ത് അതുപോലെ തന്നെ മൂങ്ങ അങ്ങനത്തെ എന്തെല്ലോ ഉണ്ടായിരുന്നു. മൂങ്ങ ചെല്ലെങ്കിൽ ഒരു തരമല്ല, ഒരു 5-6 തരം മൂങ്ങ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കൂട്ടിയിട്ടുണ്ട് ഗൈസ്. ബ്ലാക്ക് വൈറ്റ് ബ്രൗണും ചെല്ലുന്ന പോലെ പലതരം കളർ മൂങ്ങയാണ് ഗൈസ് നിങ്ങൾ കാണുന്നുള്ളത്. പക്ഷെ അതൊന്നും അനങ്ങുന്നില്ല, എല്ലാം ഉറങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതെന്നൊന്നും മനസ്സിലായ എന്നെ പേടിപ്പിച്ചത് ഗൈസ് ആരി അനുച്ച ബാക്കിന്ന് വന്നിട്ട് ഞാൻ നേരിച്ച് എന്തോ വന്നിട്ട് എന്നെ ബുദ്ധിമുട്ട് തന്നെ അങ്ങനത്തെ സൗണ്ട് തന്നെ. അങ്ങനെ ഇതാ നമ്മൾ നേരെ കുറച്ച് വീഡിയോ എല്ലാം എടുത്തിട്ടാണ് ഗൈസ് ഈ ഒരു വ്യൂ കണ്ട് എന്തോ ഒരു മജാന്. ഇവിടെ പോയി എന്തായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വീഡിയോ എടുക്കാണ്ട് 12 വേണ്ട. ഇതെന്താ വെച്ചാൽ അധികം നമുക്ക് കാണുന്നില്ല, പക്ഷെ ഇങ്ങനെ ഫുള്ള് നമ്മൾ നോക്കിക്കൊണ്ട് വരുമ്പോഴാണ് ഈ ഒരു സംഭവം കാണുന്നത്. അങ്ങനെ അതെല്ലാം വീഡിയോ എല്ലാം എടുത്തിട്ട് വന്നതാണ് ഈ ഒരു കാര്യം കണ്ടത്. ഇതൊന്നും മനസ്സിലായില്ല. ഇതാണ് നമ്മളെ ഇടയിൽ കുറേ ഉണ്ട് ഇങ്ങനത്തെ ഒരു സംഭവം. ഇതാണ് ഓന്ത്. അങ്ങനെ കുറച്ച് സമയം അതിൻ്റെ കളറെല്ലാം മാറുന്ന നോക്കി ഗൈസ്. ഞമ്മ പോകുമ്പോൾ ഉണ്ടായ കളർ തന്നെ അതിനൊരു ചേഞ്ചും വരുന്നില്ല. അങ്ങനെ ഇതാ ഈ ഒരു വ്യൂ ആണ് ഗൈസ് ഞമ്മ ഇപ്പം വീഡിയോ എടുത്ത കുറച്ച് മുമ്പ്. എന്തോ ഒരു പാങ്ങനെ അങ്ങനെ കുറച്ച് വീഡിയോ എടുത്തിട്ട് നമ്മൾ ഇതാ കുറേ ബത്ത് താറാവെല്ലാം വന്നിട്ട് ഇതാ ഫുള്ള് രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. അത് ഞാൻ വന്ന് നിന്ന് അറിഞ്ഞിന് അങ്ങനെ തോന്നുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പായുന്നുണ്ട് ഗൈസ്. അങ്ങനെ കുറച്ച് വീഡിയോ എടുക്കാൻ നോക്കുമ്പോൾ ഒറ്റ പാച്ചര തന്നെ വെള്ളത്തിലേക്ക്. ആടുത്ത വ്യൂ എന്ന് പറയും എന്തോ ഒരു പാങ്ങനെ ഗൈസ്. ആടെ എന്നെ പോയിട്ട് ഇരുന്നറാന്നിരിക്കും എന്ത് പാങ്ങ്. നിങ്ങൾ എന്നെ നോക്കിയോ ഒന്ന്. അതാണ് ഞാൻ ചെല്ലത്. വീക്കെൻഡ് അല്ലാത്ത ടൈമിൽ എന്നെ പേരാണ് നിങ്ങൾക്ക് ആളും ഇല്ല, നമുക്ക് നല്ല സമാധാനമായിട്ട് വീഡിയോയും കാര്യങ്ങളെല്ലാം എടുക്കാം. ഇപ്പം പിന്നെ ഒന്നും ചെല്ലിയെങ്കില്ല. വീഡിയോ എടുക്കുമ്പോൾ എല്ലാ ആൾക്കാരൊക്കെ ഇട്ടെങ്കിൽ ദുബായിൽ ഫൈനാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല സമാധാനം ഉണ്ടായിരുന്നു. ആരും ഉണ്ടായിട്ട് ഇതാ ഗൈസ് നിങ്ങളെല്ലാം ഫ്രണ്ട്സ് ഉണ്ട് ഗൈസ് ഇവിടെ. ഇതാരും അറിഞ്ഞില്ല. ഇതാണ് മങ്കി. ഇതാണ് കറുത്ത മങ്കിക്കുട്ടികൾ ഗൈസ്. ഇത് കുറേ ഡാൻസും കാര്യങ്ങളെല്ലാം കളിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കിക്കോ. കുറേ ടൈം വീഡിയോ എടുത്തോണ്ട് ഞാൻ ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ എന്തോ ഒരു പാങ്ങി ഓരോ കളിയും ചെല്ലുന്നത് എന്തോ തപ്പുന്ന് അങ്ങനെ എന്തെല്ലോ ആക്കുന്നുണ്ട്. എന്തെല്ലോ പെയ്തുന്ന് എന്തോ കുരു എന്തോ കുരു അതിനെല്ലാം ഇങ്ങനെ പൊട്ടിക്കുന്ന എന്തെല്ലോ ആക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ഒരിടത്തന്നെ എന്തെങ്കിലും മതി. അങ്ങനെ ഞാനിതാ ഇതും ചെല്ലത് എന്ത് ഇതാണ് ഗൈസ് പരുന്ത് ആടെ സ്റ്റക്കായി. നമ്മൾ എത്ര എന്ത് വിളിച്ചിട്ടും എന്താക്കിയിട്ടും ചെല്ലുന്നതില്ല. ഉച്ചായിരുന്നു എല്ലാത്തിനും മസ്ത് പിടിച്ച് ചെല്ലിയെങ്കിൽ അങ്ങനെ നോക്കിയാൽ അങ്ങനെ ഇതൊന്നും മനസ്സിലായ ഗൈസ്. ഇതാണ് കുട്ടികളും പറയാനില്ല ഗൈസ്. ഇത് എത്ര ബെൽതെന്ന് അറിയാം. നേരിട്ട് നോക്കാം വീഡിയോത്തിൽ എത്ര അറിയുന്ന നേരത്തിൽ എത്ര ബെൽതെന്ന് അറിയാം. പക്ഷെ അതിൻ്റെ ചെറിയ കുഞ്ഞുങ്ങളിലുണ്ടായിന്. ഇതിനാണ് ആമക്കുട്ടികളും പറയും. നമുക്ക് എന്ത് നല്ല ഇങ്ങനെ കിട്ടല്ലേ പെങ്ക് നമ്മൾ കാണുമ്പോൾ ലാസ്റ്റാണ് അങ്ങനത്തെ ഇതാ എത്ര ആമയുണ്ടെന്ന് അറിയാം. കുറേ പല ഞാൻ ചെലുത്ത കളറും പല പേരിലും അങ്ങനത്തെ പലതരം ആമകളാണ് ഗൈസ് ഇടുള്ളത്. ഇതൊന്നും അറിയാലോ ഗൈസ് എന്തോ ഗുഹ പോലെയല്ലേ കാണുന്നു. പക്ഷെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ടായിട്ട. പിന്നെ ഇതും ചെല്ലുന്നത് പിള്ളേരെ കളിക്കുന്ന പ്ലേ ഏരിയ ആണ് ഗൈസ്. കിഡ്സ് എല്ലാം ഉണ്ടെങ്കിൽ പിള്ളേരെ ഇങ്ങനെ കളിക്കുന്ന പ്ലേ ഏരിയ ആണ്. അപ്പോൾ പിള്ളേർക്കെല്ലാം ഉത്സാഹവും. പിന്നെ ഇതാ ഗൈസ് ഇതാണ് കുതിര വൈറ്റ് ഉണ്ടായിന് അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് ഉണ്ടായിന്. പക്ഷെ വൈറ്റ് ആകെ മെലിഞ്ഞിട്ട്
ഒട്ടിപ്പിടിച്ചിന് ഗൈസ്. എന്ത് തിന്നാൻ കൊടുക്കുന്നില്ല എന്ന് തോന്നിയതാ. ഇത് നല്ല ഉഷാറുണ്ടായി. എന്താ ചെറിയ ഇതിങ്ങനെ റണ്ണിങ്ങിനെല്ലാം പോകുന്ന കുതിരെന്ന് തോന്നി. നല്ലൊരു മുൻകടന് നാടുണ്ടായി. എല്ലാവരും ഫോട്ടോ എടുത്തോണ്ടല്ലോ. അങ്ങനെ ഇതാ നമ്മൾ അതുള്ള ഫോട്ടോ എല്ലാം എടുത്തിട്ട് വന്നിട്ടാകുമ്പോൾ ഇതാ ഇങ്ങനത്തെ കുറേ ഇതെന്തെന്ന് മനസ്സിലായിട്ട് ഇതിൻ്റെ എല്ലാം പേരറിയുന്നെങ്കിൽ എല്ലാവരും കമൻറ്റ് ഇടാം, മറക്കണ്ട. ആട്, മാന് അങ്ങനെയെല്ലാം ഉണ്ടെങ്കിൽ അതിൻ്റെ വേറെ വേറെ പേരിലും കളറിലും അറിയപ്പെടുന്നത് കുറേ ഉണ്ട് ഗൈസ്. എന്നോട് കുറേ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടാ. അങ്ങനെ ഇതാണ് സുന്ദരി ആട്ടിൻകുട്ടികൾ ഗൈസ്. എന്ത് പാങ്ങെന്ന് പറയാം, എനിക്ക് കണ്ടിട്ട് നാശമായിപ്പോയി. ഒന്നിനെടുത്തിട്ട് പോയിറാൻ തന്നെ ധരിച്ച അത്രയും ദൂരം പാങ്ങ്. നിങ്ങൾ എന്നെ നോക്കിയേ, എന്ത് ചേലീനെ കാണാൻ നല്ല തൊപ്പി പോലത്തെ മുടിയും. ഇത് ഗൈസ് നമ്മളെ നാട്ടിലുണ്ടാകുന്ന ആടുകുട്ടികൾ അങ്ങനെ കുറേ ഉണ്ട്. ഇത് ഫുള്ള് ബ്രൗൺ കളറിലാണ്. ഇത് ചെമ്പരിയാണ് ഗൈസ്. പക്ഷേ ഫുൾ അതിൻ്റെ തൊലിയൊന്നും ഇല്ല ഗൈസ്. എന്തോ ആയിന് തൊലീനെല്ലാം എല്ലാം ഒരു സൈഡായിന്. കുറേ പയ്യുണ്ട് ഗൈസ്. എല്ലാ കളറും മിക്സ്ഡ് ബ്ലാക്ക് ആൻഡ്. ഹലോ ഗൈസ്, ഇതാണ് നിങ്ങളൊക്കെ ചങ്ങായിമാർ. നല്ല കോമഡി എന്തെന്ന് ചോദിച്ചെങ്കിൽ എന്തെന്നറിയോ ഗൈസ്, ഞാൻ നേരെ ഈ സൂയിലേക്ക് പോയ ഈ സിംഹത്തിനെ പുലിനെ എല്ലാം ഒന്ന് കണ്ടാന്ന് നോക്കിയാൽ ഞാൻ വരുന്ന ടൈം നോക്കിയിട്ട് എല്ലാം ഉറങ്ങുന്നുണ്ട്. പക്ഷെ ഞാൻ വന്നേ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഉച്ച ടൈമിൽ പോയി എല്ലാം തുന്നിട്ട് സൈഡായിനും ചെല്ലെങ്കില ഒരനക്കൊരു ബോധവും ഇല്ല. നേരെ നോക്ക്, ഇപ്പം ഒന്ന് മാത്രം ഇനെന്തോ അതിനും തോന്നി. ഇതിങ്ങനെ സൗണ്ട് ആയിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടായിന് ഗൈസ്. ഇതിൻ്റെക്കെല്ലാം നിന്നിട്ട് ഫോട്ടോ എടുക്കണമെന്ന് ആശയുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ മാത്രം പോയാൽ മതി. ഇതിന് ഒരു ഫോട്ടോ എടുക്കാൻ എന്നല്ലേ 200 ദിർഹമാണ് ഗൈസ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ബർച്ചിങ്ങൊന്നും നേരെ ഫോട്ടോ ഒന്നും കിട്ടാല്ല. അതുകൊണ്ട് തന്നെ ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം പോയാൽ മതി. ഇതിൻ്റെ അടുത്തെല്ലാം നിന്നിട്ട് ഫോട്ടോ എടുക്കുക ഗൈസ്. നമുക്ക് ഇതിൻ്റെക്കെല്ലാം നിന്നിട്ട് എടുക്കാം ഗൈസ്. ബട്ട് ആരും എടുക്കാനില്ലാത്തതുകൊണ്ട് നല്ല ഉറക്കാണ് മൂപ്പർ. ഇത് നമ്മളോട് ചൊടിച്ചിട്ടും തോന്നുന്നു ഗൈസ്. എത്ര വിളിച്ചിട്ടും നമ്മൾ നോക്കുന്നേ ഇല്ല. എന്നിട്ട് വലിയ ഡിമാൻഡാണോ എനിക്ക്, അതിനോട് ഞാൻ മൈൻഡാക്കില്ല. പിന്നെ ഇത് ചത്ത പോലെ കിടക്കുന്നുണ്ടെങ്കിൽ ഞമ്മ തൊടാനൊന്ന് പോയിരുന്നോ, നമ്മൾ അടുക്കന്നെ ബുദ്ധിക്കോളും. അത്രക്കും സ്ട്രോങ് ആണ് ഗൈസ് ചത്ത പോലെ കിടക്കാൻ. ഇങ്ങനത്തെ കുറേ ഉണ്ടായിന് ഗൈസ് അവിടെ. ഇതിൻ്റെ അടുത്ത് നല്ല പണിയായിരുന്നു ഗൈസ്. ഇതാണ് മങ്കികൾ. ഇതെന്തോ ഒരു പാങ്ങ് നോക്കിയേ, ചാടിക്കൊണ്ട് തുള്ളിക്കൊണ്ട് കളിച്ചോണ്ടും എന്തോ ഒരു പാങ്ങ് അതിൻ്റെ വീഡിയോ എടുക്കാൻ തന്നെ. ഓരോന്നെ സ്റ്റണ്ട് ആയിക്കൊണ്ടെല്ലാം ഉണ്ട് ഗൈസ്. പിന്നെ ഇതൊന്നും മനസ്സിലായി, ഇതൊരു കൊച്ചുപൊടി. ഇതിൻ്റെ പേരെന്തെന്നറിയാമല്ല, കമൻറ്റ് ഇടുക ഗൈസ്, കമൻറ്റ്. പിന്നെ അതുപോലെ എന്തോ ഒരു പാങ്ങ് ഇതിൻ്റെ ഇങ്ങനെ ഷിപ്പെല്ലാം ഇങ്ങനെ ആക്കിയിട്ടെല്ലാം ഉണ്ടാകുന്നില്ല. എന്തോ ഒരു പാങ്ങ് ഇതിനെ കാണാൻ വീഡിയോ എടുക്കാൻ. ഇതിൻ്റെ നമ്മളെ നാട്ടിലത്തെ പല പല കോഴികളുണ്ടായിന് ഗൈസ്. കറുത്ത ബലത്തേം പറയുന്ന പോലെ പല പല കളർ കോഴികളാണ് ഗൈസ് കാണുന്നുള്ളത്. ഇതൊന്നും മനസ്സിലായിട്ട് അങ്ങ് പറയാം. ഇതാണ് ഗൈസ് കരടി. ഇതാകെ സൈഡായിന് തോന്നും, ഒന്നും കാണുന്നൊന്നുമില്ല, ഫുള്ള് സൈഡായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലത്തെ ചങ്ങന്മാരെ കണ്ടില്ലേ ഗൈസ്? നോക്കി എന്ത് പാങ്ങ് കാണാൻ. ഇത് പേരെടുത്ത് കൊടുക്കുന്നുണ്ട്. ഇത് പേരെടുക്കുന്നു, ഒരിക്കൽ തിന്നുന്നു, ഒരിക്കൽ ചാടുന്നു, എന്തൊക്കെയോ ആക്കുന്നുണ്ട്. നോക്കി എന്ത് ചേലി കാണാൻ തന്നെ. ഇത് വേറൊന്ന് കൂട്ടിലത്തെ കരടിയാണ് ഗൈസ്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. എങ്ങനെയെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുന്നതെന്ന് തോന്നുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ബട്ട് ഇതിൻ്റെ ഇടയിൽ പോകാനേ കഴിയുന്നില്ല ഗൈസ്. അത്രക്കും സ്മെല്ലാഞ്ഞി. അങ്ങനെ നമ്മൾ കുറച്ചങ്ങോട്ട് നടക്കുമ്പോൾ ഇതാ ഈ ഒരു മങ്കീൻ്റെ കളി നോക്കണം. എന്തോ ഒരു പാങ്ങ തന്നെ. ഏതോ വെച്ചേക്കാ എന്ത് തപ്പുന്നേ. ഇത് നല്ല തൊണ്ടയായ കരിങ്ങനെ കണ്ടിട്ടുണ്ടാവും. ഇതാണ് ഗൈസ് ആള്. സോക്സ് എന്തോ ഇട്ടിട്ട് കളിക്കുന്നുണ്ട് ഗൈസ്, കൈക്കും കാൽക്കും പോലെ. എന്ത് ചൊല്ലിയിട്ട് മൈൻഡ് അയക്കുന്നില്ല. ഇല്ല ഇങ്ങനെ നമ്മളെ കയ്യിലും ഇങ്ങനെയല്ല ഒരാളത് ഇങ്ങനെ പോയിക്കൊണ്ടായിന്. ഇനി ബെന്തും തോന്നുന്നു എല്ലാവരിലും പോയിട്ട് അങ്ങനെ ആകെ സൈഡായിട്ടുണ്ട്. അത് ആൾക്കാർക്ക് കൈതിലാകെ
ഭയങ്കര നടക്കാനാണ് ഗൈസ്. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഫുള്ള് മുഖം ഇങ്ങനെ കവറാക്കും ഗൈസ്. അങ്ങനെ ഇതാ നമ്മൾ നേരെ പിന്നെ പോയി നേരെ ഇങ്ങനെ തത്തൻ്റെ അടുത്ത് കാണും. എന്നുവെച്ചാൽ ഇത് ഫുള്ള് നമ്മളെ കയ്യിലെല്ലാം വരും തത്തം. അങ്ങനെ അമ്മ ഞാനെല്ലാം കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടെല്ലാം ഉണ്ടായിന് നല്ലനെ. പക്ഷെ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റണ്ടാണ് ഗൈസ് തത്തയും ചെല്ലുന്നുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ടൈം കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ നേരെ പിന്നെ ബാക്കിൻ്റെ അടുത്തെല്ലാം കാണാത്താണ് ഞങ്ങൾ പോകുന്നുള്ളത്. ഇത് കണ്ടിട്ട് നിങ്ങൾ ഒട്ടകത്തിൻ്റെ മീത്ത ഒരാൾ ഇരുന്ന് നിസ്സറിൻ്റെ ഗൈസ്. ഇതാണ് ബിംബം. കാണുമ്പോൾ നല്ല ഒറിജിനൽ പോലെ തന്നെ ഇല്ല, നല്ലുണ്ട്. അങ്ങനെ കുറച്ച് വീഡിയോ എല്ലാം എടുത്തിട്ട് അങ്ങോട്ട് പോകുമ്പോഴാണ് ഗൈസ് ഈ ഒരു സംഭവം കാണുക. ഇതിൻ്റെ പേരെന്താണെന്ന് അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. അങ്ങനെ ഏകദേശം ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ട് വന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇത് ഞാൻ ഫസ്റ്റ് തന്നെ കാണിച്ച ഒരു സൈഡാണ്. പക്ഷേ ഇവിടുന്ന് നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിട്ട് അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് ആദ്യം വന്നത്. എന്തോ ഒരു അങ്ങനെ ഇവിടുന്ന് വീഡിയോ എടുക്കുമ്പോൾ ഗൈസ് വേറെ ഒരു വ്യൂ തന്നെ. ഇത് സൂയിലത്തെ മെയിനായിട്ടാണ് ഗൈസ് ഈൻ്റെ ഉള്ളിലുണ്ടത്. ഈൻ്റെ ഉള്ളിൽ എന്തുണ്ടെന്ന് അറിയോ? ലയൺ. അപ്പോൾ ഇത് ഭയങ്കര സ്ട്രോങ് ആണ് ആൾ. അതിനോണ്ട് തന്നെ നല്ലൊരു കൂട്ടിൻ്റെ ഉള്ളിലാണ് ഗൈസ് ഈനെ കൂട്ടിയിട്ടുള്ളത്. അതിനോട് നമുക്ക് നേരെ ക്ലിയർ ആയിട്ടൊന്നും കാണുന്നില്ല. ഇതൊന്നും മനസ്സിലായി. ഇത് ഫുള്ള് മുത്ത് വേദിയറെ പോലെ ഇല്ല. ഇതാണ് ഗൈസ് പച്ചത്തത്ത. എന്തിപ്പോൾ അങ്ങ് കാണാൻ. അങ്ങനെ അമ്മ കുറച്ചിങ്ങനെ അതിൻ്റെ ഉള്ളിലെല്ലാം വീഡിയോ എടുത്ത് പിന്നെ അപ്പാണ് ഗൈസ് നമ്മളെ മയിലിനെ കാണുന്നത്. മയിലാണെങ്കിലില്ലേ ഫുള്ള് വിതർന്നിട്ട് എന്തോ ഒരു പാങ്ങ് കാണുമ്പോൾ അതിങ്ങനെ ഫുള്ള് തുറക്കുന്നില്ല അതിൻ്റെ മൈപ്പിയിൽ. അങ്ങനെ തുറന്നിട്ടുണ്ട് എന്തോ ഒരു പാങ്ങ് കാണാൻ. അങ്ങനെ അതിൻ്റെ ഫോട്ടോ എടുത്തും വീഡിയോ എടുത്തിട്ട് കുറച്ച് സമയം അമ്മാടെ ഇങ്ങനെ സ്പെൻഡാക്കി. ഇവിടെ ഇല്ലാത്ത ഒരേ ഒരു സംഭവം ചെല്ലത് ഈ ആനക്കുട്ടിയാണ്. ബട്ട് അതിന് പകരം ഒരു ശില്പം ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു കുറവ് വേണ്ടാന്ന്. അങ്ങനെ കുറച്ച് ആടും ഇങ്ങനെ വീഡിയോ എടുത്ത് ഏകദേശം നമ്മളെല്ലാം നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും കാണാനും ബാക്കിയില്ല ഗൈസ്, നിങ്ങൾക്ക് കാണിക്കാനും ബാക്കിയില്ല. ഇതാ ആൾ ഉസാറിൽ ഇരുന്നിട്ടുണ്ട് ഗൈസ്. ഇതിന് പുറത്തിറങ്ങുമ്പോൾ വന്നെങ്കിൽ പിന്നെ നമ്മൾ ആസ ബാക്കിയില്ല. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. പിന്നെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ആക്കാനും മറക്കണ്ട. അതുപോലെ തന്നെ ഇനി വരുന്ന വീഡിയോവും നല്ല സപ്പോർട്ടാക്കുക ഗൈസ്.